നിഷേധിക്കപ്പെട്ട തൊഴിൽ നിയമപോരാട്ടം വഴി തിരിച്ചു കിട്ടിയതായി തൊഴിലാളികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2019 മുതൽ കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സി പൂൾ C1 C2 എന്നാ പറയുക. സി പൂളിലെ 21ഓളം തൊഴിലാളികളാണ് അവിടെ ജോലി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2022 ജനുവരി മാസം ഉടമ അയാൾക്ക് ഇഷ്ടമുള്ള തൊഴിലാളികളെ വെക്കുകയും അപ്പോൾ ഈ ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സീപ്പൂളിലെ തൊഴിലാളികളെ പ്രധാനപ്പെട്ട ഒരു വരുമാനം അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്യാം. ഈ സീപ്പൂളിലെ തൊഴിലാളികൾക്ക് കാര്യമായ പണി കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഈ ചേനോട് റോഡിലെ സ്ഥാപനം. അപ്പോൾ അത് തൊഴിലാളികളെ വല്ലാതെ പ്രയാസത്തിലാക്കി. അതിൻ്റെ ഭാഗമായ ഇതുണ്ടായി തൊഴിലാളികൾ ഈ ഉടമയായിട്ട് ഒരു അനുരഞ്ജന ചർച്ച നടത്താൻ വേണ്ടി ശ്രമിച്ച് അതുപോലെ അതൊന്നും ഇവിടെ എത്തിയില്ല. പല ആളുകളെയും സമീപിച്ച് ബഹുജനങ്ങളെ സമീപിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായിട്ടൊക്കെ ഇടപെട്ട് പിന്നെ ഹൈക്കോടതി വിധി സമ്പാദിക്കുകയും ഹൈക്കോടതി വിധി സമ്പാദിക്കുന്നതിന് മുൻപേ പിന്നെ ഈ തൊഴിലാളികൾക്ക് പിന്നെ നിയമിച്ച തൊഴിലാളികൾക്ക് യെല്ലോ കാർഡ് കിട്ടാൻ വേണ്ടി കാർഡ് ഇല്ലാത്ത ആളുകളാണ് അവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് യെല്ലോ കാർഡ് കിട്ടാൻ വേണ്ടി പിന്നെ ALOന് അപേക്ഷ കൊടുത്ത് DYLOന് അപേക്ഷ കൊടുത്ത് ALOനും DYLOനും ഈ അപേക്ഷ തള്ളാൻ കാരണം പിന്നെ പദ്ധതി പ്രദേശത്താണല്ലോ സ്ഥാപനമുണ്ട്. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന്റെ പദ്ധതി പ്രദേശത്തുള്ള സ്ഥാപനത്തിൽ 26 കാർഡ് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ന്യായപരമായ നിലപാടിലെ ഉദ്യോഗസ്ഥന്മാർ ആ നിലപാടെടുത്ത് അങ്ങനെ കാർഡ് കിട്ടാതാവുകയും ചെയ്തപ്പോഴാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ 10 പേർക്ക് കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ ചെയ്തു. ഹൈക്കോടതിയിൽ ഈ അപേക്ഷ പിന്നെ കേസ് ഫയൽ ചെയ്തപ്പോൾ ഒരു കാര്യം അയാൾ മറച്ചു വെച്ചു. അതായത് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന്റെ പദ്ധതി പ്രദേശത്താണ് ഈ സ്ഥാപനം എന്നുള്ള കാര്യം ബോധപൂർവ്വം അയാൾ മറച്ചു വെക്കുകയും അങ്ങനെ അയാൾക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ യെല്ലോ കാർഡ് പിന്നെ ഇദ്ദേഹം ഞങ്ങളുടെ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയോ പിന്നെ മന്ത്രി അടക്കമുള്ള ആളുകളുടെയോ പിന്നെ നിർദ്ദേശം അംഗീകരിക്കാൻ ദൗർഭാഗ്യവശാൽ ഇദ്ദേഹം തയ്യാറായില്ല എന്നുള്ള. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ഈ നിയമപരമായിട്ടുള്ള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതോടെയുള്ള പിന്നെ ഈ പെരാമ്പ്ര ടൗണിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളിൽ നിന്ന് പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് ഇവരുടെ പിന്നെ നിത്യജീവിതത്തിലുള്ള വരുമാനത്തിൽ നിന്ന് പിന്നെ മിച്ചം പിടിച്ചിട്ടാണ് ഈ കേസ് ലക്ഷങ്ങൾ വക്കീൽ ഫീസ് കൊടുത്തുകൊണ്ടാണ് ഈ പിന്നെ ഹൈക്കോടതിയിൽ കേസ് ബാധിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതി ഈ കേസ് ബാധിച്ചതിന്റെ ഭാഗമായിട്ട് ആദ്യം ഇദ്ദേഹം വാങ്ങിയ വിധി റീകോൾ ചെയ്യാനുള്ള ജഡ്ജ്മെന്റ് ഉണ്ടായി. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ പിന്നെ അത് പ്രകാരം ഈ പദ്ധതി പ്രദേശത്താണല്ലോ ഇത് കൊടുത്തത്, അത് ആ വിധി റീകോൾ ചെയ്ത് ഈ പിന്നെ കാര്യത്തിൽ പിന്നെ യെല്ലോ കാർഡില്ലാത്ത തൊഴിലാളികളെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പണിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ യെല്ലോ അതിൽ തീരുമാനം എടുക്കാന്നുള്ള നിലയ്ക്ക് ആണ് പിന്നെ വിധി പിന്നെ ജഡ്ജ്മെന്റ് യെല്ലോ ഓഫീസിലേക്ക് ഞങ്ങളെ വിളിച്ച് 2 തവണ ഇയാള് യെല്ലോ വെച്ച നിർദ്ദേശം നിരസിക്കുക ചെയ്തു. 2 തവണ യെല്ലോ വെച്ച നിർദ്ദേശം നിരസിക്കുകയും ഒരു കാരണവശാലും ഈ തൊഴിലാളികൾ അവിടെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള നിസ്സാഠ്യത്തിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിന് പിന്നെ ഞങ്ങൾ പിന്നെയും ശ്രമിച്ച് ഞങ്ങൾക്ക് പിന്നെ വേറെ ആളുടെ സ്ഥാപനത്തിലേക്ക് ഒരു പിന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന കാര്യത്തിലോ പേരാമ്പ്ര ടൗണിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യത്തിലോ യാതൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന കരുതലോടുകൂടി തന്നെ ഞങ്ങൾ DYLOനെ സമീപിച്ച് DYLO ഇദ്ദേഹത്തിനെ വിളിച്ച് DYLO വിളിച്ച ചർച്ചയും ഇദ്ദേഹം ഇവിടെയുള്ള ചുമട്ടുതൊഴിലാളി രജിസ്റ്റേർഡ് തൊഴിലാളികളെ ഇറക്കിക്കോട്ടെ എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചപ്പോൾ അതും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പിന്നെ DLOക്ക് വിട്ട് DLO നടത്തിയ ചർച്ചയിൽ ഞങ്ങളെ പിന്നെ വിളിച്ച് ഈ ഉടമേനെ വിളിച്ച് അവിടെ DLO ഇദ്ദേഹത്തോട് ഈ കോടതി വിധി ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തൊഴിലെടുക്കണം എന്നുള്ള എനിക്ക് പറഞ്ഞപ്പോൾ അതിനും പിന്നെ ദൗർഭാഗ്യവശാൽ ഉടമ വഴിപ്പെട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ നവംബർ 8-ാം തീയതി DLO ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. DLO ഉത്തരവ് പുറപ്പെടുവിച്ച ഇവിടെയുള്ള ക്ഷേമ ബോർഡിലേക്കുള്ള തൊഴിലാളികൾ അവിടെ തൊഴിലെടുക്കണം എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതുപ്രകാരം ഇപ്പോൾ ഞങ്ങളവിടെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പേരാമ്പ്രയിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇക്കാര്യം അറിയിക്കേണ്ടത്
ഒരാവശ്യം എന്നുള്ളതാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ. കാരണം ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലായാലും ഈ പിന്നെ പേരാമ്പ്രയിലെ പൊതുമണ്ഡലത്തിലൊക്കെ പേരാമ്പ്രയിലെ ചുമട്ടുതൊഴിലാളികൾ എന്തോ അപമായ പ്രചരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കോടികൾ മുതൽ മുടക്കി വ്യവസായം നടത്തുന്ന ആളുകൾ അവരെ ആശ്രയിച്ച് തൊഴിൽ ദാതാക്കളാണ് പിന്നെ ഞങ്ങൾ ഈ തൊഴിലാളികളുടെ ജീവിതം. അവർക്കെന്തോ മോശമായ രീതിയിൽ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചരണം, കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞ കുറേ ആളുകൾ ഈ പിന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വല്ലാതെ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു വിധി ഉണ്ടായതോടുകൂടി കാര്യങ്ങളുടെ നിജസ്ഥിത എന്താണെന്നും അവിടെ അവകാശപ്പെട്ട് അർഹതപ്പെട്ട ആളുകൾ ഈ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിലെ തൊഴിലാളികളാണെന്നും പിന്നെ ഇപ്പോൾ എന്തായിരിക്കാണ് പിന്നെ എല്ലാവർക്കും ബോധ്യപ്പെടണമെന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ അവിടെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ പ്രശ്നമില്ല. എങ്ങനെ ഉടമയായിട്ട് ഇപ്പോൾ ഉടമൻ്റെ ഭാഗത്ത് പിന്നെ നല്ല സഹകരണമൊക്കെയാണ് ഉണ്ടാകുന്നത്. ഞങ്ങളും അദ്ദേഹത്തിന് പിന്നെ കച്ചവടം കൂടട്ടെ എന്നുള്ള നിലയ്ക്കുള്ള സഹായങ്ങളൊക്കെ ഇവിടെയുള്ള തൊഴിലാളികളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ജഡ്ജ്മെന്റ് പിന്നെ ഉത്തരവിന്റെ കോപ്പിയൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കും. 1978 കേരളത്തിൽ ഈ നിയമം കിട്ടി. ഈ നിയമം വരുന്നതിൻ്റെ പ്രത്യേകത എന്നാൽ അങ്ങാടികളിൽ അരാജകത്വമായിരുന്നു. ചൂടിൻ്റെ തൊഴിലാളികൾ എല്ലാം കൂലി നിശ്ചയിക്കുകയും കൂലി എടുക്കുകയും ചെയ്യുന്ന സമയം വന്നതാണ് 78 കേരള ചുമട്ടുതൊഴിലാളി നിയമം വന്നത്. ആ നിയമത്തിൻ്റെ പ്രത്യേകത കൂലി നിശ്ചയിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്ക് മാത്രമല്ല, തൊഴിലുടമക്കും സർക്കാർ ബന്ധികളും കൂടി ചേർന്നുകൊണ്ടാണ് കൂലി നിശ്ചയിക്കുന്നത്. അങ്ങനെ വരുന്നൊരു നിയമമാണ് കേരള ചുമട്ടുതൊഴിലാളി നിയമം. 1999 മെയ് മാസത്തിലാണ് പേരാമ്പ്രയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഒരുപാട് എതിർപ്പോടുകൂടിയാണ് പേരാമ്പ്രയിൽ പദ്ധതി വന്നത്. പക്ഷെ വന്നതിന് ശേഷം തന്നെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു പേരാമ്പ്ര പട്ടണത്തിലെ കാര്യങ്ങൾ. ഏത് തർക്കം വരുമ്പോൾ വ്യവസായ പ്രതികളും വ്യവസായ സമൂഹവും തൊഴിലാളി പ്രതികളും ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. അപ്പോൾ 2021 വിജുവിന് അനുകൂലമായി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ചുമട്ടുതൊഴിലാളി പദ്ധതി പ്രദേശമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജു വിധി സമ്പാദിക്കുന്നത്. അതിൽ നോട്ടീസ് അയച്ചത് കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിനായിരുന്നു. ബോർഡിൻ്റെ വക്കീൽ അന്നത്തെ കൊണ്ട് ഹാജരാകാത്തത് കൊണ്ടല്ല വിജുവിന് അനുകൂലമായിട്ടില്ല. പേരാമ്പ്രയിലെ ട്രേഡ് യൂണിയനിലെ തൊഴിലാളികളും ആ സമയത്ത് വിജു കക്ഷി ചേർത്തിരുന്നു. അങ്ങനെ ഏകപക്ഷീയമായ വിധി വന്നപ്പോൾ ആ വിധിക്കെതിരെ ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. അവസാനം കോടതി പറഞ്ഞത് പേരാമ്പ്രയിലെ ഈ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യാനുള്ളത് അവകാശങ്ങൾക്ക് പിന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, തീരുമാനമെടുക്കണം പറഞ്ഞുകൊണ്ട് പിന്നെ നേരത്തെ കോടതി വിധി പറഞ്ഞു. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ആസട നേരത്തെ പദ്ധതിയിൽ ഒരുപാട് ചർച്ച. അവസാനം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനം ഇവിടെ പദ്ധതി നടപ്പാക്കിയതാണ് പദ്ധതി പ്രദേശത്ത് ആ പദ്ധതി പ്രദേശത്തിൽപ്പെട്ട തൊഴിലാളികളാണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനമാണ്. ഇവിടെ കാരണം ദാസനം പറഞ്ഞതുപോലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് പേരാമ്പ്രയിലെ തൊഴിലാളികളെ കുറിച്ച് ഒരുപാട് അപപ്രദ പ്രചരണങ്ങളും അതുപോലെ തന്നെ മോശമായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ വിജുവിൻ്റെ സ്ഥാപനം അടപ്പിക്കാനോ അവിടെ കച്ചറ ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടുണ്ട്. നല്ല സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഒരു ഗാന്ധിയൻ സത്യാഗ്രഹം എന്ന രീതിയിൽ സത്യാഗ്രഹം ഇരുന്നുകൊണ്ടാണ് നമ്മൾ സമരം ചെയ്തത്. ഒരു ബുദ്ധിമുട്ട് വരുത്താതെ അവിടെ ഒരു തടസ്സവും വരുത്താതെ ഇപ്പോൾ കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങളിൽ പേരാമ്പ്രയിൽ ട്രേഡ് യൂണിയൻ ഇടപെട്ടുകൊണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്തപ്പോൾ അന്തിമമായ രീതിയിൽ നമുക്കിപ്പോൾ പേരാമ്പ്രയിൽ തൊഴിലാളി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എന്താ ചെയ്യണം, ഇത്രയും കോടികളൊക്കെ സൃഷ്ടിച്ച ഒരു കേസിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലുടമയായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. വളരെ നല്ല രീതിയിൽ രാവിലെ തന്നെ അവിടെ പോയി അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാണ് ഇപ്പോൾ നോക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാത്തതാണ് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെയുള്ള എല്ലാ